ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, വിഷുവിൻ്റെ തലേദിവസമാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഇന്ന് 14-ാം തീയതിയാണ്. വിഷു കണികൾ വിൽക്കുന്നതും അതിൻ്റെ തിരക്കും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന അട്ടക്കുളങ്ങരയാണ്. വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നടന്നാണ് ചായൻ്റെ അകത്തോട്ട് പോകുന്നത്. എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും കാണിക്കാം. ഇനി കച്ചവടം കഴിഞ്ഞോന്ന് പോലും അറിയത്തില്ല. ഞാൻ വെറുതെ ഇത്ര നേരം വീട്ടിൽ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഓഫായിരുന്നല്ലോ, അതുകൊണ്ട് ഇത്ര നേരം മടി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം സംഭവം നല്ല ബ്ലോക്ക്. അപ്പോൾ ഇനി സംഭവം പിടികിട്ടി. എന്തായാലും ഇന്ന് ഇതിൻ്റെ കണിക്കൊന്നേൻ്റെയും മറ്റുള്ള കച്ചവടക്കാരൊക്കെ കൂടുതലും അതിൻ്റെ തിരക്കും കാര്യങ്ങളായിരിക്കും എന്നെനിക്ക് മനസ്സിലായി. എങ്കിൽ പിന്നെ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതായി ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ വിഷ്വലിലേക്ക് പോകാം. ചാലേൻ്റെ ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇത് രാമേന്ദ്രൻ ആണ്. കണ്ടില്ലേ, ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് വിഷു പൊന്നുക്കണി 2026 എന്നൊക്കെ. പിന്നെ ഒരു ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ കണിക്കൊന്നേൻ്റെ, കണ്ടില്ലേ. അങ്ങനെ ഞാൻ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട്. മാർക്കറ്റിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കോവിലിൽ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മുത്താരമ്മൻ ടെമ്പിൾ എന്നാണ് അതിൽ എഴുതിയിരുന്നത് കേട്ടോ. കണ്ടില്ലേ, എന്തായാലും എനിക്ക് ഈ മാർക്കറ്റിലോട്ട് കയറിയപ്പം വലിയ വിഷു കണിക്കൊന്നതിൻ്റെ കച്ചവടമൊന്നും കാണാൻ സാധിച്ചില്ല. ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നല്ല ബ്ലോക്കുണ്ട് അത്യാവശ്യം. ഈ റോഡ് എപ്പോഴും അങ്ങനെ തന്നെ. ഈ റോഡിൻ്റെ ബ്ലോക്ക് നോക്കണ്ടേ, എപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ ഒരു പൂക്കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ വിഷുപ്പൂവൊന്നുമില്ല, കണിക്കൊന്നൊന്നുമില്ല. കണ്ടില്ലേ, ഇവിടെ സാധാരണ നോർമൽ കാണുന്ന പൂക്കളേ ഉള്ളൂ. കച്ചവടങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊത്തുവേൽ സ്ട്രീറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടതാണേ. ഇത് സംഭവം കണിക്കൊന്ന തന്നെ. ഇതിൻ്റെ പ്ലാസ്റ്റിക്കാണ് ഈ കാണുന്നത്. ചിലർ ഇതാണ് ഇപ്പോഴും വിൽക്കുന്നത്. കണ്ടില്ലേ, പ്ലാസ്റ്റിക് കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് കച്ചവടം കാണുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടേ. കണ്ടിട്ട് കേസ്, ഇതാണ് കണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കസ്റ്റമറൊക്കെ അത്യാവശ്യം വന്ന് നിൽക്കുകയാണ്. കണിക്കൊന്നൊക്കെ നല്ല വാടി രാവിലെ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ടാണ്. ഇപ്പം പൂ പോയിട്ട് എൻ്റെ പച്ച കളർ മാത്രമേ കാണുന്നുള്ളൂ. കുറുത്തിച്ചക്ക, കാഷ്യൂനട്ട്, കൈതച്ചക്ക എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ അത്രയും ദൂരം നടന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഒരെണ്ണം കണ്ടത്. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുമ്പോൾ അറിയാം. ഇനി അങ്ങോട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടൊക്കെ ആയിരിക്കും കൂടുതലും ഇതിൻ്റെ കച്ചവടങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഗൈസ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കാണാൻ സാധിച്ചില്ല. ഇതാ കണ്ടില്ലേ, ആകെപ്പാടെ ഉള്ളത് ഈ പ്ലാസ്റ്റിക് കണിക്കൊന്നകളാണ്. പക്ഷേ അതാണ് അടിപൊളി കേട്ടോ കാണാൻ ലുക്കിൽ പ്ലാസ്റ്റിക് തന്നെ എന്തൊക്കെയായിരുന്നാലും. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് റിയൽ കണിക്കൊന്ന. അതെല്ലാം വാടിപ്പോയി, പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്ലാസ്റ്റിക് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. നോക്കാം, ഇവിടെ എവിടെയും കാണും. ചോദിച്ചു നോക്കാം, നമുക്ക് പറ്റുമെങ്കിൽ റേറ്റ് എത്ര രൂപയും ചോദിച്ചു നോക്കാം. വേറെ ഇനി അടുത്ത് എന്താണ് പ്ലാനൊന്നും ചിന്തിച്ചില്ല. പറ്റുമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. തിയേറ്റർ കണ്ടപ്പോഴും കണ്ടില്ല. ഞാൻ ഇപ്പോൾ ശ്രീ പത്മനാഭ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ഒരു സിനിമയ്ക്ക് പോയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു പടം ഇറങ്ങിയല്ലേ, ഏത് മറ്റേ മോഹിനിയാട്ടം അല്ലേ, മോഹിനിയാട്ടം കാണാൻ പോയാലൊന്ന് ആലോചിക്കുകയാണ്. ഫ്രണ്ട്സായിട്ട് അടുത്ത ദിവസം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് കയറും. നമുക്കൊന്ന് പ്ലാസ്റ്റിക് കണിക്കൊന്നതിൻ്റെ വില ഒന്ന് കേട്ട് നോക്കാം. കൊന്ന എത്ര ഏട്ടാ? 30 രൂപ. എങ്ങനെ അതുപോലത്തെ ഒരു പിടിയാ? ഓ ഗൈസ്, ഇതുപോലൊരു പിടി 30 രൂപ. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ റിയൽ പൂ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം പ്ലാസ്റ്റിക് എടുക്കുന്നതായിരിക്കും. കാരണം ഇതാണ് ഭംഗി കൂടുതൽ.
വേറുള്ള ഷോപ്പുകളിൽ ഇതൊക്കെ വിൽക്കുന്നുണ്ട്. മത്തനും വെള്ളരിക്കയൊക്കെ വിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, വെള്ളരിക്കയൊക്കെ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കടകളിലെ അവസ്ഥ. ഇതുവഴി വന്നപ്പോഴാണ് ഞാൻ ഈ ബസ് സ്റ്റോപ്പിലുള്ള ഷോപ്പ് ശ്രദ്ധിക്കുന്നത്. സംഭവം ഞാൻ ഇവിടുന്ന് മുമ്പ് ഡെയിലി നാരങ്ങ വെള്ളം വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഉണ്ടോ ചോദിച്ചു നോക്കാം, ഉണ്ടെങ്കിൽ വാങ്ങും. കണ്ടില്ല കേസ്, ഇതാണ് ഞാൻ പറഞ്ഞ നാരങ്ങ വെള്ളം. 15 രൂപയും തോന്നുന്നു. മുമ്പ് 10 രൂപയായിരുന്നു, ഇപ്പോൾ 15 രൂപ എന്നാണ് തോന്നുന്നത്. ഇതാണ് സംഭവം, അടിപൊളിയാണ്. ഗൈസ്, അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഇറങ്ങിയാണ്. എന്തായാലും ഞാനിപ്പോൾ ഈസ്റ്റ് കോർട്ട് ബസ് സ്റ്റോപ്പ് അതുവഴി ജോസ്കോ ജ്വല്ലറില്ലേ, അതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കച്ചവടക്കാരെ കുറവ് തന്നെ. ഞാൻ വന്നുകൊണ്ടിരുന്നപ്പം സത്യം പറഞ്ഞാൽ കുറേ കച്ചവടക്കാരെ കണ്ട്. അപ്പോൾ ഒന്നും വണ്ടി നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നല്ല ബ്ലോക്കായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഈ സംഭവം പെട്ടുപോയത്. എന്തായാലും ഇനി നേരെ വണ്ടി എടുത്തിട്ട് അടുത്ത് എന്താണെന്ന് പ്ലാൻ എന്നൊക്കെ തീരുമാനിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ എന്തായാലും കാണാം. ഞാൻ പോയി എന്തായാലും വണ്ടി എടുക്കട്ടെ ഗൈസ്. ബൈ. ഹലോ ഗൈസ്, അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. ഞാൻ എന്തായാലും തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇനി അവന്മാരില്ലാതെ എന്തായാലും സിനിമയും കാണാൻ തോന്നുന്നില്ല, ഭയങ്കര ബോറായിരിക്കും. എന്തായാലും ഈ വരുന്ന 16-ാം തീയതിക്കകത്ത് എന്തായാലും ആ സിനിമ കണ്ടിരിക്കുക. അതിൻ്റെ റിവ്യൂ വരും, ഈ ചാനലിൽ തന്നെ വരും. എന്തായാലും ഇനിയിപ്പോൾ വേറൊരു പ്ലാനും ഇല്ല. ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. നാളെ ഇനി പണിയുണ്ട്, വിഷുവായിട്ട് നാളെ പണിയുണ്ട്. ഇന്ന് പണിയില്ലായിരുന്നു, നാളെ പണിയുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ഞാൻ എന്തായാലും വണ്ടീൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് പിന്നെ തീരുമാനിച്ചത് എന്തായാലും ഇനി വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ ശരി.